ഇന്ന് വായനാ ദിനമാണ്. സംസ്ഥാനത്തെ വായനശാലകളെ ഒരു കുടക്കീഴിലാക്കി അഖില കേരള ഗ്രന്ഥശാല സംഘത്തിന് 80 വയസ്സ് പിന്നിട്ടു. ഇന്നത്തെ കേരള സംസ്ഥാന ലൈബ്രറി കൌൺസിലിന്റെ പൂർവ്വരൂപമായ ഗ്രന്ഥശാല സംഘത്തിന് PN പണിക്കരും കൂട്ടരും തുടക്കം കുറിച്ചത് അമ്പലപ്പുഴയിലെ PK മെമ്മോറിയൽ വായനശാലയിലാണ്. ഒരു വായനാ ദിനം കൂടി എത്തുമ്പോൾ ചരിത്രത്തിന്റെ കരുത്താണ് PK മെമ്മോറിയൽ വായനശാലയ്ക്ക് പിൻബലം. ആയിരത്തി 1930-കളിലാണ് തുടക്കം. അന്ന് അമ്പലപ്പുഴ കരൂർ പ്രദേശത്തെ ഒരു കൂട്ടം യുവാക്കൾ ചേർന്ന വായനശാലയ്ക്ക് തുടക്കം കുറിച്ചു. പിന്നീട് മാസങ്ങളോളം പ്രവർത്തിച്ച് ആ വായനശാല നിന്നുപോയി. അമ്പലപ്പുഴയിൽ അധ്യാപകനായി 1937-ലെത്തിയ സാക്ഷാൽ PN പണിക്കർ ആ വായനശാലയ്ക്ക് പുതുജീവൻ നൽകി. അങ്ങനെ കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ തന്നെ ചരിത്രം പിറവിയെടുത്ത ചരിത്ര ഇടമായി ഈ വായനശാല മാറുകയായിരുന്നു. 1945 സെപ്റ്റംബർ 14-നായിരുന്നു ഗ്രന്ഥശാല സംഘത്തിൻ്റെ രൂപീകരണം. തിരുവിതാംകൂറിലെ 45 വായനശാലകളിൽ നിന്നുള്ള പ്രതിനിധികൾ PN പണിക്കരുടെ നേതൃത്വത്തിൽ അമ്പലപ്പുഴ PK വായനശാലയിൽ ഒത്തുകൂടി. തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ചു. അക്കാലത്തെ കടുത്ത ജനരോഷത്തിനിടയിലും സർ CP ഉദ്ഘാടകനായെത്തി. വലിയ ഒരു സമ്മേളനം, തിരുവിതാംകൂറിലെ ഗ്രന്ഥശാലകളെ എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വലിയൊരു സമ്മേളനം അന്ന് അവിടെ വിളിച്ചു കൂട്ടി. അന്ന് തിരുവിതാംകൂറിൻ്റെ ദിവാനായിരുന്ന സർ CP ആയിരുന്നു ആ സമ്മേളനത്തിന് ഉദ്ഘാടകനായി നിശ്ചയിച്ചത്. സർ CP എത്തുകയും ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും ഗ്രന്ഥശാലകൾക്ക് ഗ്രാൻഡ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇന്നത്തെ ലൈബ്രറി കൗൺസിലിൻ്റെ പൂർവ്വരൂപമായ അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘത്തിന് കീഴിൽ 1-ാം നമ്പറായി രജിസ്റ്റർ ചെയ്ത വായനശാലയാണ് അമ്പലപ്പുഴയിലെ PK മെമ്മോറിയൽ ഗ്രന്ഥശാല. സർ CPയും വള്ളത്തോളും വയലാറുമൊക്കെ വായനശാലയിലെത്തി. സന്ദർശക ഡയറിയിൽ സ്വന്തം കൈപ്പടയിൽ അവരെഴുതിയതൊക്കെയും ഇന്ന് അമൂല്യനിധികളായി ഇവിടെ സൂക്ഷിക്കുന്നു. വള്ളത്തോള്, ONV, G ശങ്കരക്കുറുപ്പ്, സർദാർ KM പണിക്കര് അടക്കമുള്ള സാഹിത്യകാരന്മാരും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ഈ ഗ്രന്ഥശാല സന്ദർശിച്ചിട്ടുണ്ട്. PKയുടെ നാമധേയത്തിൽ ഉള്ളതായതുകൊണ്ട് തന്നെ ഇതിന് വലിയൊരു പ്രചാരം ലഭിച്ചു. PK അന്നത്തെ അദ്ദേഹത്തിൻ്റെ കാലത്തെ സാഹിത്യത്തിലെ മുടിചൂടാ മന്നനായിരുന്നു. മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന വായനശാലയിൽ ഇന്ന് 1,00,000-ലേറെ പുസ്തകങ്ങളുണ്ട്. ചരിത്രാവശേഷിപ്പായ പഴയ കെട്ടിടം സംരക്ഷിക്കാൻ സർക്കാരിൻ്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും സഹായം അഭ്യർത്ഥിക്കുകയാണ് വായനശാല അധികൃതർ. നമ്മുടെ ഗ്രന്ഥശാലകളുടെ ചരിത്രം ഈ കാണുന്ന പടികൾ കയറിയാണ് ഇന്നു കാണുന്ന നിലയിലെത്തിയത്. ഈ ചരിത്ര അവശേഷിപ്പ് സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ആലപ്പുഴയിൽ നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം അശ്വിൻ പാലാഴി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.